ഹലോ വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ ഇന്ന് 31ാമത്തെ ദിവസമാണ് അല്ലേ. 50 ദിവസത്തിൻ്റെ സ്റ്റഡി പ്ലാനിൻ്റെ 31ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിസിക്സും ബയോളജിയും പിന്നെ സൈക്കോളജിയാണ് കേട്ടോ. അപ്പോൾ അത് ഫിസിക്സ് ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ബയോളജിയിൽ കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. സൈക്കോളജി ആണെങ്കിലും വളരെ കുറച്ച് പേജസേ ഇനിയുള്ളൂ. അപ്പം ഫിസിക്സ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യും. കെമിസ്ട്രി നമ്മൾ കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പ്രകാശ മലിനീകരണമാണ് ഫിസിക്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. പ്രകാശ മലിനീകരണം അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലുമുള്ള പ്രകാശത്തിൻ്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം. പ്രകാശ മലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതമായ അളവിലും വിവേചനരഹിതമായ രീതിയിലും പ്രകാശത്തിൻ്റെ ഉപയോഗമാണ് പ്രകാശ മലിനീകരണം. പ്രകാശിക ഉപകരണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഊർജ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രകാശ മലിനീകരണം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ ആണ്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ IDA ആണ്. അതിൻ്റെ ആ ഒരു സിമ്പൽ ഒന്ന് മനസ്സിൽ പതിപ്പിച്ച് വെക്കുക. അപ്പം IDA ആണ്. ഇൻ്റർനാഷണൽ ഡിസ്ക് സ്കൈ വീക്കായിട്ട് എല്ലാ വർഷവും ആചരിക്കുന്നത് ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ചയാണ്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജെന്നിഫർ ബാർലോ ആണ്. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഡാർക്ക് ബാർലോ എന്ന് ഓർത്തു വെക്കുക. ഇനി വെർജീനിയയിലെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് ജെന്നിഫർ ബാർലോ. പ്രകാശ മലിനീകരണത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ആകാശകാഴ്ച മറയ്ക്കുന്നത് മൂലം വാനനിരീക്ഷണം സാധ്യമാകുന്നു. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. വാഹനങ്ങളുടെ ഹെഡ് ലാമ്പുകളിൽ നിന്നുള്ള ഹൈബീമിൻ്റെ അമിത പ്രകാശം മറ്റുള്ളവരുടെ കാഴ്ചക്ക് തടസ്സമുണ്ടാക്കുകയും അതുവഴി അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള SCERT ക്വസ്റ്റ്യൻ ബോർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വർഷത്തിൽ എല്ലാ ഏപ്രിൽ മാസങ്ങളിലെയും കറുത്ത വാവ് വരുന്ന ആഴ്ച ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നു. ഇങ്ങനെ ആചരിക്കുന്നതിൻ്റെ സന്ദേശം എന്താണ് എന്നാണ്. അപ്പം അതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്രകാശ മലിനീകരണം സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രകാശ മലിനീകരണം കുറയ്ക്കാൻ വേണ്ട മാർഗം നിർദ്ദേശിക്കുക. പ്രകാശ സ്രോതസ്സുകളുടെ അമിത ഉപയോഗം കുറക്കുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജ പരിപാലനമാണ് കേട്ടോ. ഊർജ പരിപാലനം നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ലാത്ത ഒന്നാണ് ഊർജം. ഊർജ മേഖലയിലെ ഗവേഷണത്തിലുള്ള നോബൽ സമ്മാനം എന്ന് അറിയപ്പെടുന്ന ENI അവാർഡ്, എനർജി ഫ്രോണ്ടിയേഴ്സ് അവാർഡ് 2020 അർഹനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് CNR റാവു ആണ്. അപ്പോൾ ENI എന്ന് ഓർത്തു വെക്കുക. ENI അവാർഡ് CNR. ഓക്കെ. ഇനി ഇന്ധനങ്ങൾ. കത്തുമ്പോൾ ധാരാളമായിട്ട് താപോർജ്ജം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോള്. 3 തരം ഇന്ധനങ്ങളുണ്ട്: ഖര ഇന്ധനങ്ങൾ, ദ്രാവക ഇന്ധനങ്ങൾ, വാതക ഇന്ധനങ്ങൾ. അപ്പോൾ ഇന്ധനങ്ങൾ ദ്രാവകത്തിൽ വരുന്നത് മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, ഫ്യൂവൽ ഓയിൽ. ഖരത്തിലാണെങ്കിൽ വിറക്, കരി, ചാണകവരളി, കൽക്കരി. ഇനി വാതകത്തിൽ ബയോഗ്യാസ്, LPG, CNG, കോൾ ഗ്യാസ്. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഡീസൽ, പെട്രോള്, മണ്ണെണ്ണ. വാതക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം LPG, CNG, ഹൈഡ്രജൻ. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. ആണ്. ഇന്ധനത്തിൽ നിന്നും ഊർജം പുറത്തു വരാൻ കാരണം ജ്വലനമാണ്. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നതിന് സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. ഇന്ധനങ്ങൾ കൂടുതൽ ഊർജം പുറത്തുവിടുന്നത് വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച്. ഇന്ധനങ്ങൾ ഓക്സിജനുമായിട്ട് പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണജ്വലനം.
പൂർണ്ണജലം നടക്കുന്ന ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ: ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം, ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം, ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാകണം. പൂർണ്ണജ്വലനത്തിൻ്റെ സവിശേഷതകൾ: കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്നില്ല, താപോർജ്ജം കൂടുതലാണ്. ജ്വലനത്തിന് ഓക്സിജന്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നതാണ് ഭാഗിക ജ്വലനം. ഭാഗിക ജ്വലനത്തിൻ്റെ സാഹചര്യങ്ങൾ, സവിശേഷതകൾ: O2 കൂടുതൽ ലഭിക്കാത്തതിനാൽ, ഖര ഇന്ധനങ്ങൾ നനവുള്ളതായതിനാൽ, അതുപോലെ ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള താപനിലയില്ലാത്തതിനാലുമാണ്. ഭാഗിക ജ്വലനം കൊണ്ടുള്ള ദോഷങ്ങൾ: ഇന്ധനനഷ്ടം, സമയനഷ്ടം, അന്തരീക്ഷ മലിനീകരണം. വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലും കൂടുതൽ ഉണ്ടോ എന്ന് അറിയാൻ നടത്തുന്ന പരിശോധനയാണ് പുക പരിശോധന. പാരമ്പര്യ സ്രോതസ്സുകൾ: ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടായതാണ് പെട്രോളിയം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടായത് കൽക്കരി. പെട്രോളിയം, കൽക്കരി എന്നിവ ഉൾപ്പെടുത്തുന്ന ഇന്ധന ഭാഗമാണ് ഫോസിൽ ഇന്ധനങ്ങൾ. പെട്രോളിയം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാറ്, LPG എന്നിവ ഉൽപ്പാദിപ്പിക്കാനാണ്. പെട്രോൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് കീടനാശിനികൾ, പ്ലാസ്റ്റിക് ഔഷധങ്ങൾ. പെട്രോളിയം ലഭിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്നാണ്. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന മറ്റു ഇന്ധനങ്ങളാണ് പ്രകൃതിവാതകം. ഫോസിൽ ഇന്ധനങ്ങൾ: ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കപ്പെടാത്തതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. തെർമൽ പവർ സ്റ്റേഷൻ: കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലും നീരാവിയാക്കുന്നു. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനാണ് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ: നെയ്വേലി, കായംകുളം. തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം: രാസോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം ഏതാണെന്നാണ്. അത് കായംകുളമാണ്. 2020 ജനുവരിയിൽ പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ PCRIയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഇന്ധന സംരക്ഷണ പ്രചാരണ പരിപാടിയാണ് സാക്ഷം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് LNG ടെർമിനൽ നിലവിൽ വരുന്ന സ്ഥലം ജയ്ഗാർ ആണ്, മഹാരാഷ്ട്രയിലെ ജയ്ഗാർ. ഇനി പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന നിറമോ മണമോ ഇല്ലാത്ത ഇന്ധനമാണ് LPG. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ചേർക്കുന്ന ഘടകം ഈഥെയ്ൽ മെർക്യാപ്റ്റർ. ഫോസിൽ ഇന്ധനം സ്രോതസ്: ഡീസൽ, മണ്ണെണ്ണ. ഫോസിൽ ഇന്ധനങ്ങളാണ് ഡീസൽ, മണ്ണെണ്ണ. അത് പെട്രോളിയത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നാഫ്ത പെട്രോൾ ആണെങ്കിലും പെട്രോളിയത്തിൽ നിന്നാണ്. CNG, LNG ആണെങ്കിലും പ്രകൃതിവാതകത്തിൽ നിന്നാണ്. കൽക്കരി. CNG, LNG, LPG നോക്കാം. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. പ്രധാന ഘടകം മീഥെയ്നാണ് പ്രധാന ഘടകം. അപ്പം CNGയുടെ പ്രധാന ഘടകം മീഥെയ്നാണ്. സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാൻ സാധ്യമല്ല. ഇപ്പം സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാൻ സാധ്യമല്ല. ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അടുത്തത് LNG ആണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. പ്രധാന ഘടകം മീഥെയ്നാണ്. സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇനി അടുത്തത് LPG ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. പ്രധാന ഘടകം പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ്. അപ്പോൾ LNGയിലും CNGയിലും മീഥെയ്നാണ് പ്രധാന ഘടകമെങ്കിൽ LPGയിൽ പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് പ്രധാന ഘടകമായിട്ടുള്ളത്. സാധാരണ മർദ്ദത്തിൽ ദ്രവീകരിക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പവുമാണ്.
LPGയുടെ മുഖ്യ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടൈൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥെയ്ൻ ആണ്. CNGയുടെ മേന്മകൾ പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ സാധിക്കുന്നു. താപീയ വിഘടനം വഴി ഒരു പദാർത്ഥത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു ജൈവ പദാർത്ഥത്തെ ഉന്നത താപനിലയിൽ ചൂടാക്കി ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രവർത്തനമാണ് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ. ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ നടക്കുന്ന പ്രവർത്തനം സ്വേദനം നടക്കുന്ന പദാർത്ഥത്തിൻ്റെ വലിയ തന്മാത്രകൾ ചെറിയ തന്മാത്രകളായി വിഘടിക്കുന്നു. അടുത്തത് LPGയും സുരക്ഷയും. ഗാർഹികാവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളിൽ കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. ഉദാഹരണത്തിന് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് A24 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ A എന്നത് ജനുവരി മുതൽ മാർച്ച് വരെ എന്നതിനെയും 24 എന്നത് 2024 വർഷത്തെയും സൂചിപ്പിക്കുന്നു. അപ്പം B ആണെങ്കിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് B. അപ്പം എന്താണ് ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസമാണെന്ന് കൂട്ടി വെച്ചാൽ മതി കേട്ടോ. C ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും D ആണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നു. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ അന്തരീക്ഷ വായുവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള LPGയുടെ ശതമാനം 3% ചുരുങ്ങിയത്. അന്തരീക്ഷ വായുവിലെ LPGയുടെ 2% സാന്നിധ്യത്തിൽ പോലും തീപിടുത്തത്തിന് കാരണമുണ്ടാകാം. വാതക LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറിൻ്റെ ഭാരം എന്ന് പറയുന്നത് 14.2 കിലോഗ്രാം ആണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായിട്ട് വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യുന്നത് അറിയപ്പെടുന്നത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വാപ്പർ എക്സ്പ്ലോഷൻ എന്നാണ്. LPG വാതക ചോർച്ച മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റ് മുൻകരുതലുകളാണ് റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തുക. റെഗുലേറ്റർ ഓൺ ചെയ്ത ശേഷം മാത്രം സ്റ്റൗവിൻ്റെ നോബ് തിരിക്കുക. ആവശ്യം കഴിയുമ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്യുക. സ്റ്റൗ കത്തുന്ന അവസരങ്ങളിൽ കാറ്റുകൊണ്ട് തീ അണഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. വാതക ചോർച്ച സംഭവിച്ചാൽ ചെയ്യേണ്ടത് LPG വാതകത്തിൻ്റെ മണം അനുഭവപ്പെട്ടാൽ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത്. വീടിൻ്റെ പുറത്തു നിന്നും വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. റെഗുലേറ്റിംഗ് ഓഫ് ചെയ്ത സിലിണ്ടർ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക. വാതിലുകളും ജനലുകളും തുറന്നിടുക. ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ മുകൾ നിലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നതെങ്കിൽ രക്ഷപ്പെടാനായി ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. വാതകമോ പുകയോ ശ്വസിക്കാത്ത വിധത്തിൽ മൃദുവായിട്ടുള്ള തുണി കൊണ്ട് മൂക്കും വായും മൂടണം. അഗ്നിശമന സേനയുടെ ടോൾ ഫ്രീ നമ്പറിൽ 101 വിളിച്ച് സഹായം ആവശ്യപ്പെടുക. ബയോമാസ് പുരാതന കാലം മുതൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് വിറക്, ചാണകവരളി. പുരാതന കാലം മുതൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? വിറകും ചാണകവരളിയുമാണ്. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് ജൈവ അവശിഷ്ടങ്ങൾ, ബയോമാസ്. ജൈവ അവശിഷ്ടങ്ങൾ ജ്വലനം, ഭാഗിക ജ്വലനമാണ്. ബയോഗ്യാസ്. ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന വളമാണ് സ്ലറി. ബയോമാസിൻ്റെ ഗ്യാസാക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ലഭിക്കുന്നു. അന്തരീക്ഷ മലിനീകരണം കുറയുന്നു. കലോറിക മൂല്യം: 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം. ഇന്ധനക്ഷമത തീരുമാനിക്കുന്നത് ഏത് മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ്? കലോറിക മൂല്യത്തെയാണ്. കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ, കിലോഗ്രാം. കലോറിക മൂല്യം കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ ഓക്സിജൻ സംയോജിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിനുള്ള ഉപയോഗിക്കുന്ന സെല്ലാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല്. സ്പേസ് ക്രാഫ്റ്റുകളിലും സബ്മറൈനുകളിലും ഉപയോഗിക്കുന്ന സെല്ലാണ് ഫ്യൂവൽ സെല്ല്. ഇന്ധനം കലോറിക മൂല്യം: ഹൈഡ്രജൻ 1,50,000, CNG 50,000, ചാണകവരളി
6000 to 8000 വരെ, LPG 55,000, ബയോഗ്യാസ് 30,000 to 40,000 വരെ, കൽക്കരി 25,000 33,000 വരെ, പെട്രോള് 45,000, മീഥെയ്ന് 50,000. ഹൈഡ്രജൻ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ റോക്കറ്റുകളിൽ, വാഹനങ്ങളിൽ. ഹൈഡ്രജൻ ഇന്ധനമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് റോക്കറ്റുകളിലും വാഹനങ്ങളിലുമാണ്. ഗാർഹിക ഇന്ധനവുമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കാതിരിക്കാൻ കാരണം എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതിനാലുമാണ്. ഇന്ധനക്ഷമത. ഒരു ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യത്തിൻ്റെ അളവാണ് ഇന്ധനക്ഷമത. LPG സിലിണ്ടറിൻ്റെ മാസ് 14.2 kg ആണ്. 14.2 kg വിറകിനെ അപേക്ഷിച്ചിട്ട് 14.2 kg LPGക്കുള്ള ഇന്ധനക്ഷമത കൂടുതലായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് ടു ഡീസൽ കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വന്ന നഗരം മധുരയാണ്. ഇന്ത്യയിൽ ആദ്യമായി മെഥനോൾ ഇന്ധനമായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റൗവിൻ്റെ വിതരണം നടന്ന സംസ്ഥാനം അസമിലാണ്. ലോകത്തിൽ ആദ്യത്തെ ഊർജ്ജ സംരക്ഷണ ഉപകരണം തെർമൽ ബാറ്ററി സ്ഥാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ ബയോ ഡീസലാക്കി മാറ്റുന്നതിന് FSSAI ആരംഭിച്ച സംരംഭം റൂക്കോ ആണ്. റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിലാണ്. ഇന്ത്യയിലെ എനർജി എഫിഷ്യൻസി സ്കെയിൽ അപ്പ് പ്രോഗ്രാമിന് $300 മില്യൺ ധനസഹായം അനുവദിച്ച സ്ഥാപനം ലോകബാങ്ക്. ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ: എളുപ്പം ലഭ്യമാകണം, ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യമുണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായിരിക്കണം, ദ്രവ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്, ജ്വലന താപനില കുറഞ്ഞതായിരിക്കണം, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കണം. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഉദാഹരണം കാറ്റ്, തിരമാല. സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് സോളാർ സെല്ല്. സോളാർ സെല്ലുകളുടെ നിരകളാണ് സൗരോർജ്ജ പാനലുകൾ. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് സൗരോർജ്ജ പാനലുകൾ. സൗരോർജ്ജത്തിൻ്റെ മേന്മകൾ: എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നില്ല, മലിനീകരണം ഉണ്ടാകുന്നില്ല. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങൾ: വിളക്കുകൾ, കുക്കറുകൾ, വാട്ടർ ഹീറ്ററുകൾ, കാൽക്കുലേറ്ററുകൾ. കാറ്റിൽ നിന്നുള്ള ഊർജ്ജോൽപാദനം നടക്കുന്നത് വലിയ കാറ്റാടി യന്ത്രങ്ങൾ ചലിപ്പിച്ച്. കാറ്റിൻ്റെ ശക്തി കൊണ്ട് കാറ്റാടി കറങ്ങുമ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഫിലമെന്റ് ബൾബ് പ്രവർത്തിക്കുന്നതിനേക്കാൾ കുറച്ച് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച് അതേ വെളിച്ചം തരുന്ന ബൾബുകളാണ് CFL-ഉം LED-യും. ഊർജ്ജം സംരക്ഷിക്കുന്നത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതോർജ്ജം. സോളാർ സെല്ല് ഒരു PN സന്ധി ഡയോഡാണ്. എന്താണ് സോളാർ സെല്ല് എന്ന് പറയുന്നത്? PN സന്ധി ഡയോഡാണ്. സോളാർ സെല്ലിൻ്റെ N ഭാഗം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സിലിക്കൺ ആണ്. സോളാർ സെല്ലിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം. ഈ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ വോൾട്ടായിക് പ്രഭാവത്തിലൂടെ ലഭിക്കുന്ന വൈദ്യുതി ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു. സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത് അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ചിട്ടാണ്. സോളാർ പാനലിൻ്റെ ഉപയോഗങ്ങൾ: തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കാൻ, കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ആവശ്യങ്ങൾക്ക്. സോളാർ പാനലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ആയിരക്കണക്കിന് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റിന് ഉദാഹരണം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സൗരോർജ്ജ പവർ പ്ലാന്റ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജം നൽകുന്നത് സോളാർ പ്ലാന്റ് ആണ്. ഹരിത ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ 2018 പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ച വിമാനത്താവളം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഹരിത ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക്. സോളാർ പാനലുകളെ മാത്രം ആശ്രയിക്കുന്ന സാഹചര്യങ്ങൾ: ബഹിരാകാശ സ്റ്റേഷനുകളിൽ, സാറ്റലൈറ്റുകളിൽ, വൈദ്യുതി എത്തിക്കാൻ പറ്റാത്ത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ.
പകൽ സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി പവർ ഗ്രിഡിലേക്ക് നൽകിയാൽ ഊർജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകും. സൗരോർജ്ജത്തിൽ നിന്നും താപോർജ്ജം. സോളാർ കുക്കറിൽ പ്രത്യേകതകൾ: ബോക്സിനകത്ത് കറുത്ത പെയിന്റ്, ബോക്സിനകത്ത് ഗ്ലാസ് മൂടി, ബോക്സിന് പുറത്തായിട്ട് ദർപ്പണം. അപ്പോൾ ബോക്സിനകത്താണ് കറുത്ത പെയിന്റ് ബോക്സിനകത്താണ്. ബോക്സിനകത്ത് ഗ്ലാസ് മൂടി കൊണ്ടാണ് കേട്ടോ. ബോക്സിനകത്ത് ഗ്ലാസ് മൂടിയാണ്. ബോക്സിന് പുറത്തായിട്ട് ദർപ്പണം. ബോക്സിന് പുറത്തായിട്ടാണ് ദർപ്പണം വെക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്ററാണ്. സൗരോർജ്ജത്തിൽ നിന്നും നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ. വീടുകളിലെ, ഹോട്ടലുകളിലെ, ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ഭക്ഷണം പാകം ചെയ്യാനും പാത്രങ്ങൾ കഴുകുവാനും കുളിക്കുവാനും ആവശ്യമായ ചുടുവെള്ളം സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നും ലഭിക്കുന്നു. സോളാർ തെർമൽ പവർ പ്ലാന്റ്. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ സൂര്യരശ്മികളെ കറുത്ത പെയിന്റ് അടിച്ചത് മൂലം ജലം നിറച്ചതുമായിട്ടുള്ള പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് റിഫ്ലക്ടറുകളാണ്. തത്ഫലമായിട്ട് ജലം തിളച്ച് നീരാവിയാകുന്നു. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ ജനറേറ്ററിൽ പ്രവർത്തിപ്പിക്കുന്നത് ജലം തിളച്ചുണ്ടായ നീരാവി ഉപയോഗിച്ചിട്ടാണ്. സ്റ്റീം ടർബൈൻ തിരിച്ച് ജനറേറ്ററിൽ പ്രവർത്തിപ്പിക്കുന്നു. ഇന്ത്യയിലെ 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകളിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പവർ പ്ലാന്റുകളുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. കാറ്റിൽ നിന്നും ഊർജം. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള ഒരു നല്ല ഊർജ്ജരൂപമാണ് പവനോർജം. കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്ററിൽ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പരിമിതികൾ: വർഷത്തിൽ കൂടുതൽ സമയം കാറ്റ് ലഭിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് സ്ഥാപിക്കാൻ കഴിയൂ. കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ഉപയോഗിക്കാൻ സംഭരണ സംവിധാനം വേണ്ടിവരും. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യമായി വരും. കാറ്റാടി സ്ഥാപിക്കണമെങ്കിൽ ചെലവ് വളരെ കൂടുതലാണ്. കൊടുങ്കാറ്റ്, പേമാരി, ചൂട് എന്നിവ മൂലം കാറ്റാടിക്കുണ്ടാകുന്ന കേടുപാടുകൾ മാറ്റുന്നതിന് ചെലവ് കൂടുതലായിട്ട് വരും. കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്കാണ്. ഡെൻമാർക്കിലെ വൈദ്യുതിയുടെ 25% ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടി പാടങ്ങളിലാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒന്നാമതുള്ള രാജ്യം ചൈനയാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. ഇന്ത്യയിലെ കാറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതി 41,895 മെഗാവാട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കന്യാകുമാരി ജില്ലയിലെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 380 മെഗാവാട്ടാണ്. കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് രാമക്കൽമേടും കഞ്ചിക്കോടും. കടലിൽ നിന്നും ഊർജം. ഭൂമിയിലെ ഉപരിതലത്തിൽ 2/3 ഭാഗം ജലമായതിനാൽ സമുദ്രം ഒരു വലിയ ഊർജ്ജ സ്രോതസ്സാണ്. സമുദ്രത്തിൽ നിന്നും ജലം ലഭിക്കുവാൻ സാധ്യമാകുന്ന പ്രതിഭാസങ്ങളാണ് തിരമാല, വേലിയേറ്റം, സമുദ്രതാപം. വേലിയേറ്റോർജം. വേലിയേറ്റത്തിന് കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ്. വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതിനാൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു സംസ്ഥാനം കേരളമാണ്. തിരമാലയിൽ നിന്നും ഊർജം. തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. സമുദ്രതാപോർജം. സമുദ്രത്തിൻ്റെ ഉപരിതലം സൂര്യപ്രകാശ രശ്മികൾ ഉയർന്ന താപനിലയിലായിരിക്കും. സമുദ്രത്തിൽ വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും. സമുദ്രത്തിലെ ഉപരിതലത്തിലും ആഴത്തിലുമുള്ള താപനിലയിലെ വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റുകൾ. സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്ററിൽ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 Kയിൽ കൂടുതലാണ്. ഉപരിതലത്തിൽ ചൂട് എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കുന്നു. ഈ വാതകം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ച് ദ്രാവകമാക്കുന്നത് താഴെയുള്ള തണുത്ത ജലമാണ്. ഈ പ്രവർത്തനം തുടരുമ്പോൾ തുടർച്ചയായിട്ട് വൈദ്യുതി ലഭിക്കുന്നു. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങൾ സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ തുടങ്ങിയവ.
പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജം. ഹരിതോർജം പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജം. ഗ്രീൻ എനർജി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തരം ഊർജ്ജങ്ങളും ഉൾപ്പെടുന്നത് ഹരിതോർജത്തിൽ നിന്നാണ്. ഹരിതോർജത്തിൽ പരിഗണിക്കപ്പെടുന്ന ഊർജ്ജ സ്രോതസ്സുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ. ഹരിതോർജത്തിന്റെ മറ്റൊരു പേരാണ് ക്ലീൻ എനർജി. ഹരിതോർജത്തിന്റെ മറ്റൊരു പേര് ക്ലീൻ എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും അറിയപ്പെടുന്നത് ബ്രൗൺ എനർജി. ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എനർജിയാണ് ബ്രൗൺ എനർജി. ഈ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഗ്രീൻ എനർജി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പകൽ സമയത്ത് മുറികളിൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കണം. ചൂടും തണുപ്പും കാറ്റും വൈദ്യുതിയുടെ സഹായമില്ലാതെ ലഭ്യമാകുന്ന രീതിയിലായിരിക്കണം. ഊർജ്ജ പ്രതിസന്ധി ഊർജ്ജത്തിൻ്റെ ആവശ്യകതയിലെ വർധനവും ഊർജ്ജത്തിൻ്റെ ലഭ്യതയുമുള്ള കുറവുമാണ് ഊർജ്ജ പ്രതിസന്ധി. ഊർജ്ജ പ്രതിസന്ധി ലഘൂകരിക്കാൻ പരമാവധി ചെയ്യേണ്ടത് ഊർജ്ജം യുക്തിസഹമായി ഉപയോഗിക്കുക, സൗരോർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുക, പാഴായി പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക, പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക. വീടുകളിലും സ്ഥാപനങ്ങളിലും മോടി പിടിപ്പിക്കുന്നതും പുതുതായിട്ട് നിർമ്മിക്കുന്നതും ഊർജ്ജ സംരക്ഷണ കാഴ്ചപ്പാടോടെ ആയിരിക്കണം. തെരുവ് വിളക്കുകൾ LDRകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. യന്ത്രങ്ങൾക്ക് യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുക. വീടുകളിൽ പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വലിപ്പം പരിമിതിപ്പെടുത്തുക. ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ക്ഷമത കൂടിയതാണെന്ന് ഉറപ്പുവരുത്തുക. LDR ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം വ്യത്യാസപ്പെടുന്നു. പ്രകാശ തീവ്രതയ്ക്കനുസരിച്ചിട്ട് പ്രതിരോധം വ്യത്യാസപ്പെടുത്തി പ്രകാശം കുറയ്ക്കുന്ന സമയത്ത് മാത്രം പ്രവർത്തിപ്പിച്ച് വളരെയധികം ഊർജ്ജം ലഭിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് LDR. LDRനെ ഒരു റിലേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. പകൽ സമയത്ത് തീവ്രതയുള്ള പ്രകാശം ലഭിക്കുന്നതിനാൽ LDRന്റെ പ്രതിരോധം കുറയുകയും അത് ഉൾപ്പെടുന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുക്കി മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്യുന്നു. ഇരുട്ടിലാകുമ്പോൾ LDRന്റെ പ്രതിരോധം വർദ്ധിക്കുന്നതിനാൽ അതിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓണായിട്ട് ആ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തത് ആണവോർജ്ജമാണ്. ന്യൂക്ലിയർ ഫിഷൻ അറ്റോമിക ഭാരം കൂടിയിട്ടുള്ള ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായിട്ട് വിഘടിപ്പിച്ച് പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫിഷനിലൂടെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. ഫിഷന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായിട്ട് പരിണമിക്കുന്നു. ഐൻസ്റ്റീൻ്റെ E=mc² സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് കുറവായിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനം വളരെ വലിയ സ്ഫോടനത്തിൽ കലാശിക്കും. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമായ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി മാറ്റുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി മാറുന്നു. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിലെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന സമ്പുഷ്ണ യുറേനിയമാണ്. കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ് കൽപ്പാക്കം, തമിഴ്നാട്. കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്നു. ന്യൂക്ലിയർ പ്രവർത്തന
ഫലമായിട്ട് മാരകമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നു. ഇത് രണ്ട് തരത്തിലുള്ള ആണവ ദുരന്തങ്ങൾ പ്രകൃതിജന്യം, മനുഷ്യനിർമ്മിതം. പ്രകൃതിജന്യം ബഹിരാകാശത്തു നിന്നുള്ള കോസ്മിക് രശ്മികൾ, ഭൂമിയിലെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നുള്ള വികിരണങ്ങൾ. മനുഷ്യനിർമ്മിതം ചികിത്സാ രംഗത്തെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളുടെ ഉപയോഗം. ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള മാലിന്യങ്ങൾ. ആണവ ദുരന്തങ്ങൾ നേരിടാനുള്ള മുൻകരുതലുകൾ. സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറുക. കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചവ. അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ആണവ വികിരണ ജാഗ്രതാ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക. ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനസാന്ദ്രത കുറയ്ക്കുക. ആവശ്യമെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയഡിൻ ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. ആണവ മലിനീകരണം. വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണം ആണവ മലിനീകരണമാണ്. ആണവ വിഘടനത്തിൻ്റെ ഫലമായി പ്രസരിപ്പിക്കുന്ന ദോഷകരമായ കണങ്ങളാണ് ആൽഫ കണങ്ങൾ, ബീറ്റ കണങ്ങൾ, ഗാമ കണങ്ങൾ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ത്യയിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമായിട്ടും താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ടും മാറുന്നു. ഇനി അടുത്തത് SCERT ക്വസ്റ്റ്യൻ പൂളാണ്. 1 ഗ്രാം ദ്രവത്തെ പൂർണ്ണമായിട്ടും ഊർജ്ജമാക്കി മാറ്റിയാൽ 9 × 10⁻13 ജൂള് ഊർജ്ജം ലഭിക്കുന്നു. ഇത് കണ്ടെത്താൻ സഹായിച്ച ഐൻസ്റ്റീൻ്റെ സമവാക്യം ഏത്? E=mc² ആണ്. ഇനി ഊർജ്ജ പരിവർത്തനം പ്രയോജനപ്പെടുത്തുന്ന വൈദ്യുത നിലയങ്ങളിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആണവ നിലയങ്ങൾ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൻ നഗരങ്ങളിൽ വാഹനങ്ങളിൽ ഇപ്പോൾ പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് പകരം CNG ഉപയോഗിക്കുന്നു. CNG എന്നാൽ എന്താണ്? പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതി വാതകങ്ങളിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് നിർമ്മിക്കുന്നത് CNG ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എഴുതുക. അന്തരീക്ഷ മലിനീകരണം കുറവാണ്, ഊർജ്ജക്ഷമത കൂടുതലുണ്ട്, ചെലവ് കുറവാണ്, കൊണ്ടുപോകാനുള്ള സൗകര്യം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസര മലിനീകരണത്തിന് കാരണമാകുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രൗൺ എനർജി എന്ന പേരിലാണ്. ഇത്തരം ഊർജ്ജ സ്രോതസ്സുകൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. ന്യൂക്ലിയർ എനർജിയും തെർമൽ എനർജിയും. നാലാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ മാലിന്യങ്ങൾ വെറുതെ കൂട്ടിയിട്ടിരുന്നാൽ രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉണ്ടാകാറുണ്ട്. ഈ രൂക്ഷഗന്ധത്തിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ ഏവ? ഹൈഡ്രജൻ സൾഫൈഡ്, മീഥെയ്ന്. ഇനി ജൈവ മാലിന്യങ്ങളിൽ നിന്നും ബയോഗ്യാസ് രൂപം കൊള്ളുന്നത് എങ്ങനെയെന്നാണ്? ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയ പ്രവർത്തിച്ച് ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സൗരോർജ്ജ പാനലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? പ്രകാശോർജ്ജം, വൈദ്യുതോർജ്ജം. പ്രകാശോർജ്ജം, വൈദ്യുതോർജ്ജം. ഇനി എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി കാരണം എഴുതുക. ഡീസൽ, LPG, കോൾ ഗ്യാസ്, പെട്രോൾ. കോൾ ഗ്യാസ് മറ്റുള്ളവ പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്നവയാണ്. സോളാർ എനർജി, വിൻഡ് എനർജി, ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയാണ്, മറ്റുള്ളവ ഗ്രീൻ എനർജിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഊർജ്ജ പ്രതിസന്ധിയുള്ള പരിഹാരമായിട്ട് വീടുകളിൽ ഗ്രീൻ എനർജി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വീടുകളിൽ ഗ്രീൻ എനർജി പ്രയോജനപ്പെടുത്താവുന്ന 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. പ്രകൃതിക്ക് ഇണങ്ങുന്ന പരിസര മലിനീകരണം ഇല്ലാതെ ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിക്കുക. പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട 4 സാഹചര്യങ്ങൾ എഴുതുക. ജനസംഖ്യാ വർധനവ്, വ്യവസായവൽക്കരണം, യുക്തിരഹിതമായിട്ടുള്ള ഊർജ്ജ ഉപയോഗം, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളുടെ അമിത ഉപയോഗം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും ഊർജ്ജോൽപാദനത്തിനുള്ള 2 മാർഗങ്ങളാണ് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ന്യൂക്ലിയർ ഫിഷനെ അപേക്ഷിച്ച് ഫ്യൂഷൻ 2 മേന്മകൾ എഴുതുക. റേഡിയോ ആക്റ്റീവായ ഉൽപ്പന്നങ്ങൾ ഇല്ല. ഇന്ധനമായിട്ടുള്ള ഹൈഡ്രജൻ സുലഭമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സ്രോതസ്സുകൾ ഗ്രീൻ എനർജി നൽകുന്ന സ്രോതസ്സുകൾ തിരിച്ചറിഞ്ഞ് എഴുതുക. അറ്റോമിക് റിയാക്ടറുകൾ. അപ്പം അതിൽ ശരിയായിട്ടുള്ളത് നോക്കാം. സോളാർ സെല്ലുകൾ, അതുപോലെ തന്നെ ടൈറ്റൽ പവർ ജനറേറ്റർ. 5ാമത്തത് ഇലക്ട്രിക് പവർ സ്റ്റേഷനും
6 കാറ്റാടിപ്പാടങ്ങൾ. ഇത്രയുമാണ് ഗ്രീൻ എനർജി നൽകുന്ന സ്രോതസ്സുകൾ. ഇനി അടുത്തത് ജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാം? പരിസര മലിനീകരണം കുറയുന്നു, ക്ഷമത കൂടിയ ഇന്ധനം ലഭിക്കുന്നു, പ്ലാന്റിലെ സ്ലറി വളമായിട്ട് ഉപയോഗിക്കാം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റും സോളാർ തെർമൽ പവർ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റിൽ സോളാർ പാനൽ ഉപയോഗിച്ച് സൗരോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ സൗരോർജ്ജത്തിൻ്റെ താപം കൊണ്ട് നീരാവി ഉണ്ടാക്കി യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി അടുത്തത് ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മണ്ണെണ്ണ, പെട്രോളിയം. അമോണിയ ആണെങ്കിലോ? മണ്ണെണ്ണ പെട്രോളിയമാണ്, അമോണിയ ആണെങ്കിൽ കൽക്കരി. ഇനി LPG ബ്യൂട്ടൈനാണ്, CNG ആണെങ്കിലോ? അത് മീഥൈനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി കാരണം എഴുതുക. കോൾ ഗ്യാസ്, അമോണിയ, കോൾ ടാർ, നൈട്രജൻ. അതിൽ നൈട്രജനാണ്, മറ്റുള്ളവ കൽക്കരിയിൽ നിന്നും ലഭിക്കുന്നവയാണ്. അടുത്തത് ഭൗതിക ശാസ്ത്രത്തിലെ നോബേലാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. 2022 അലൈൻ ആസ്പെക്റ്റ്, ശാസ്ത്രജ്ഞന്മാർ അലൈൻ ആസ്പെക്റ്റ് ഫ്രാൻസുകാരനാണ്. ജോൺ എഫ് ക്ലോസർ അമേരിക്ക, ആൻഡൺ സെലിംഗർ ഓസ്ട്രേലിയ. അപ്പം അലൈൻ ആസ്പെക്റ്റിനും ജോൺ ക്ലോസറിനും ആൻഡൺ സിലിംഗറിനുമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു കോഡ് എന്ന് പറയുന്നത് സിംഗറെ ആസ്പെക്റ്റ് ക്ലോസ് ചെയ്യൂ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്? സിംഗറെ ആസ്പെക്റ്റ് ക്ലോസ് ചെയ്യൂ എന്ന് ഓർത്ത് വെക്കുക. 2022 ഭൗതിക ശാസ്ത്ര നോബലിൻ്റെ സമ്മാന ജേതാക്കളാണ് അലൈൻ ആസ്പെക്റ്റും ജോൺ ഓഫ് ക്ലോസറും ആൻഡൺ സിലിംഗറും. അപ്പോൾ സിംഗറെ ആസ്പെക്റ്റ് ക്ലോസ് ചെയ്യൂ എന്ന് ഓർത്ത് വെക്കുക. ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനകൾക്കാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. 2021 സൈക്കുറോ മനാബെ, ക്ലോസ് ഹെസൽമാനും ആഗോള താപനത്തിൻ്റെ വ്യതിയാനങ്ങൾ പ്രവചിക്കാനായിട്ട് ഭൂമിയുടെ കാലാവസ്ഥയ്ക്ക് ഒരു ഭൗതിക മാതൃക തയ്യാറാക്കിയതിന്. ഇനി 2021 ജിയോർജിയോ പാരിസി അറ്റോമിക് മുതൽ പ്ലാനറ്ററി സ്കെയിലുകൾ വരെയുള്ള ഭൗതിക സംവിധാനത്തിലെ ക്രമക്കേടുകളുടെയും ഏറ്റക്കുറച്ചിലുകളുടെയും പരസ്പര ബന്ധം കണ്ടെത്തിയതിന്. 2020 റോജർ പെൻറോസ്, റെയിൻസാർഡ് ജെൻസെൽ. ഇനി ആൻഡ്രിയെ ഗെസ് തമോഗർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾക്കാണ്. 2019 ജിം പീബിൾസ് കനേഡിയൻ അമേരിക്കൻ ആണ് പ്രപഞ്ച ശാസ്ത്രത്തിലെ പുതിയ സിദ്ധാന്തങ്ങൾക്ക്. ഇനി 2019 ഡിഡിയർ പി ക്യൂലോസ് സ്വിറ്റ്സർലാൻഡുകാരനാണ്. മൈക്കൽ മേയർ സ്വിറ്റ്സർലാൻഡുകാരനാണ്. സൂര്യനെ അല്ലാതെ മറ്റൊരു നക്ഷത്രത്തെ ചുറ്റുന്ന ഗ്രഹത്തെ കണ്ടുപിടിച്ചതിന്. 2018 ആർത്തർ അഷ്കിനും ജെറാൾഡ് മ്യൂറോയും ഡൊന്ന സ്റ്റിക്ലാൻഡും ലേസർ ഫിസിക്സിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടുപിടുത്തത്തിന്. 2017 റെയ്നർ വെയ്സും ബാരി ബാരിഷും കിപ്പ് തോർണയും. ഇപ്പോൾ ലിഗോ ഡിറ്റക്ടർ ഗുരുത്വ തരംഗങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾക്ക്. 2016 ഡേവിഡ് ജെ തോലസ്, അതുപോലെ തന്നെ ഡങ്കൻ ഹാൾഡെയിൻ, മൈക്കൽ കോസ്റ്റർലിറ്റ്സ് ബ്രിട്ടീഷ് അമേരിക്കനാണ്. ഇനി ദ്രവത്തിൻ്റെ അസാധാരണ അവസ്ഥകളെക്കുറിച്ചുള്ള പഠനത്തിനാണ്. അപ്പോൾ നമ്മളുടെ ഫിസിക്സ് ഇതോട് കൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ബയോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബയോളജിയിൽ വിസർജനാവസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥയാണ് കേട്ടോ. പ്രത്യുൽപാദന വ്യവസ്ഥ. അപ്പോൾ നോക്കാം. അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ജീവി മാത്രം ഉൾപ്പെടുന്നതും ബീജകോശ രൂപീകരണത്തിലൂടെയോ അല്ലാതെയോ ഒരു പുതിയ ജീവി ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവി മാത്രം ഉൾപ്പെടുന്നതും ബീജകോശ രൂപീകരണത്തിലൂടെ അല്ലാതെയോ ഒരു പുതിയ ജീവി ഉണ്ടാകുന്നതുമായിട്ടുള്ള പ്രക്രിയയാണ് അലൈംഗിക പ്രത്യുൽപാദനം. ഈസ്റ്റിലെ മുകുളനം, അമീബയിലെ ദ്വിവിഭജനം,
സസ്യങ്ങളിലെ കായിക പ്രജനനം എന്നിവ അലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന മാർഗങ്ങളാണ് ലൈംഗിക പ്രത്യുൽപാദനം. വ്യത്യസ്ത ലിംഗത്തിലുള്ള രണ്ട് ജീവികൾ പ്രത്യുൽപാദനത്തിൽ പങ്കെടുക്കുകയും ആൺപെൺ ബീജകോശങ്ങൾ സംയോജിക്കുന്നതിലൂടെ ഒരു പുതിയ ജീവി ഉണ്ടാകുന്ന പ്രക്രിയയാണ് ലൈംഗിക പ്രത്യുൽപാദനം. പുരുഷ ലൈംഗിക വ്യവസ്ഥ. പുംബീജങ്ങളും പുരുഷ ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വൃഷ്ണങ്ങളിൽ നിന്നാണ്. വൃഷ്ണത്തിനുള്ളിലെ അറകളെ വൃഷ്ണാന്തര ഇതളുകൾ എന്ന് വിളിക്കുന്നു. ഇതിനുള്ളിൽ 1 മുതൽ 3 വരെ ബീജോൽപാദന നളികകൾ കാണപ്പെടുന്നു. പുംബീജം ഉണ്ടാകുന്നത് വൃഷ്ണങ്ങളിലെ സെമിനിഫെറസ് ട്യൂബുകളിലാണ്. ബീജോൽപാദന നളികകളുടെ ആന്തരഭിത്തിയിൽ 2 തരം കോശങ്ങളുണ്ട്. പുംബീജ ജനക കോശങ്ങൾ ഊനഭംഗം വഴി പുംബീജം ഉൽപ്പാദിപ്പിക്കുന്നു. സെർട്ടോളി കോശങ്ങൾ പുംബീജങ്ങൾക്ക് പോഷണം നൽകുന്നു. പുരുഷന്മാരിലെ അനുബന്ധ നളികകളാണ് വൃഷ്ണജാലിക, അന്തർഗമന നളികകൾ, എപ്പിഡിമിസ്, ബീജവാഹി എന്നിവ. ബീജവാഹി വൃഷ്ണങ്ങളിൽ നിന്നും പുംബീജങ്ങളെ മൂത്രനാളിയിലേക്ക് എത്തിക്കുന്നു. ഈ പ്രത്യേക തരം പേശികളും രക്ത അറകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭാഗമാണ് ലിംഗം. മൂത്രവും ശുക്ലവും പുറത്തെത്തുന്നത് ലിംഗത്തിനുള്ളിലെ നാളത്തിലൂടെയാണ്. ബീജങ്ങളുടെ പോഷണത്തിനും ചലനത്തിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പുംബീജ ജനകകോശങ്ങളിൽ ഊനഭംഗം നടന്നുണ്ടാകുന്ന 4 തുല്യ ഏകപ്ലോയിഡ് കോശങ്ങളാണ് സ്പെർമാറ്റിഡുകൾ. പുംബീജങ്ങളാകുന്ന പ്രക്രിയയാണ് പുംബീജോൽപത്തി. പുംബീജോൽപത്തി ഉൽപ്പാദനത്തിന് ശരീര താപനിലയേക്കാൾ കുറഞ്ഞ താപനില സഹായകമാണ്. ഈ താപനില നിലനിർത്താൻ സഹായിക്കുന്ന വൃഷ്ണസഞ്ചികളാണ്. പുരുഷ ഹോർമോണുകളായിട്ടുള്ള ആൻഡ്രോജനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സെമിനിഫെറസ് നളികയുടെ ബാഹ്യഭാഗത്ത് കാണപ്പെടുന്ന കലാന്തര കോശങ്ങളാണ് പുംബീജത്തിൻ്റെ ഭാഗങ്ങളിൽ തല, കഴുത്ത്, മധ്യകണ്ഠം, വാല് എന്നിവയാണ്. ബീജസംയോഗത്തിൽ സഹായിക്കുന്ന രാസാഗ്നികൾ നിറഞ്ഞ ശിരസിൻ്റെ അഗ്രഭാഗമാണ് ബീജാഗ്രം. പിതൃ ക്രോമസോമുകൾ അടങ്ങിയിട്ടുള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നത് പുംബീജത്തിലെ ശിരസിലാണ്. പുംബീജങ്ങൾ ചലിക്കുന്നത് വാലുപയോഗിച്ചാണ്. പുംബീജങ്ങൾക്ക് ചലിക്കാനുള്ള ഊർജം നൽകുന്നത് ഉടൽ ഭാഗത്തെ മൈറ്റോകോൺട്രിയകളാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉൾപ്പെടെയുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവത്തോടൊപ്പം പുംബീജങ്ങൾ ലിംഗത്തിൽ എത്തുകയും പുറത്തേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശുക്ലവിസർജനം. ലൈംഗിക വ്യവസ്ഥ. സ്ത്രീ ലൈംഗിക വ്യവസ്ഥ. യോനി, സെർവിക്സ്, ഗർഭാശയം, അണ്ഡാശയം എന്നിവയാണ് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ. അണ്ഡകോശവും സ്ത്രീ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ഡാശയമാണ്. അണ്ഡകോശങ്ങളിൽ ചുറ്റും വളരുന്ന കോശങ്ങളെ ഒന്നിച്ച് ഗ്രാഫിയൻ സ്ഫുടകങ്ങൾ എന്ന് പറയുന്നു. അണ്ഡത്തിൻ്റെ ആവരണങ്ങൾ. പ്രാഥമിക അണ്ഡസ്തരം വിറ്റലൈൻ സ്തരം. ദ്വിതീയ അണ്ഡസ്തരം സോണ പെല്ലൂസിഡ ഗ്ലൈക്കോപ്രോട്ടീൻ കൊണ്ട് നിർമ്മിതം. ഏറ്റവും പുറമേയുള്ള പാളിയാണ് കൊറോണ റേഡിയേറ്റ. അറിയപ്പെടുന്നതിൽ ഏറ്റവും ചെറിയ അണ്ഡമാണ് എലിയുടെ അണ്ഡം. ഏറ്റവും വലിയ അണ്ഡമാണ് ഒട്ടക പക്ഷിയുടെ അണ്ഡം. 85 mm ആണ്. എലിയുടെ അണ്ഡത്തിന് 0.07 mm ആണ്. ഒരു അണ്ഡമാതൃകോശത്തിൽ നിന്നും ഒരു അണ്ഡവും 2 ധ്രുവപിണ്ഡവും ഉണ്ടാകുന്നു. ഗ്രാഫിയൻ പുടകം തകർന്ന് അണ്ഡം പുറന്തള്ളുന്ന പ്രക്രിയയാണ് അണ്ഡോത്സർജനം. ഗ്രാഫിയൻ പുടകത്തിൽ അണ്ഡാശയത്തിൽ അവശേഷിക്കുന്ന ഭാഗം കോർപ്പസ് ലൂട്ടിയയായി മാറുന്നു. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയായിട്ടുള്ള എൻഡോമെട്രിയത്തിലെ ഗർഭധാരണത്തിനും ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോണുകളാണ് പ്രൊജസ്റ്റിറോൺ. ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കോർപ്പസ് ലൂട്ടിയമാണ്. ഗർഭധാരണം നടന്നാൽ കോർപ്പസ് ലൂട്ടിയം നിലനിൽക്കുകയും നടന്നില്ലെങ്കിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നത് അണ്ഡവാഹിയാണ്. ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് യോനി. പുംബീജങ്ങൾ അവിടെ നിക്ഷേപിക്കപ്പെടുന്നു. ഗർഭാശയത്തിന് 3 പാളികളുണ്ട്. എൻഡോമെട്രിയം, ആന്തരപാളി, ബയോമെട്രിയം, മധ്യപാളി, പെരിമെട്രിയം, ബാഹ്യപാളി. ഇനി പുംബീജം അണ്ഡവുമായിട്ട് സംയോജിക്കുന്ന പ്രക്രിയയാണ് ബീജസംയോഗം. ബീജസംയോഗം നടന്നില്ലെങ്കിൽ രക്തത്തോടും ശ്ലേഷ്മത്തോടുമൊപ്പം എൻഡോമെട്രിയത്തിലെ പുതുതായിട്ട് രൂപപ്പെട്ട കലകൾ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ആർത്തവം. ബീജസംയോഗം നടക്കുന്ന അണ്ഡവാഹികൾക്കുള്ളിൽ വെച്ചാണ്. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശമാണ് സിക്താണ്ഡം. സിക്താണ്ഡം വിഭജിച്ച് ഉണ്ടാകുന്ന ബഹുകോശ ജീവിയുടെ പ്രാരംഭഘട്ടമാണ്
ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്ന ഗർഭാശയ ഭിത്തിയുടെ ഉള്ളിലെ പാളിയാണ് എൻഡോമെട്രിയം. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസെൻ്റ മറുപിള്ള എന്നറിയപ്പെടുന്നു. പ്ലാസെൻ്റയിലൂടെ ഭ്രൂണത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷക ഘടകങ്ങളും ലഭിക്കുന്നു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും രക്തം പരസ്പരം കൂടിക്കലരാതെയുള്ള പദാർത്ഥത്തിൻ്റെ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസെൻ്റയാണ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസെൻ്റയുമായി ബന്ധിപ്പിക്കുമ്പോൾ ഭാഗമാണ് പൊക്കിൾക്കൊടി. പ്ലാസെൻ്റ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് ഹ്യൂമൻ കോറിയോണിക് ഗോണാട്രോപിൻ, HCG, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, HPL, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നിവ. ഗർഭാവസ്ഥയിലുള്ള അവസാന ഘട്ടത്തിൽ അണ്ഡാശയത്തിൽ നിന്നും റിലാക്സിൻ ഹോർമോൺ സ്രവിക്കപ്പെടുന്നു. ഗർഭാശയ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. അമ്നിയോൺ രൂപപ്പെടുന്ന വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഭ്രൂണകോശങ്ങളിൽ നിന്നാണ്. കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത് അമ്നിയോണിനകത്താണ്. അമ്നിയോൺ ദ്രവം ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനമാണ് അമ്നിയോസ്റ്റെൻസിസ്. മനുഷ്യൻ്റെ ഗർഭകാലം 280 ദിവസമാണ്. പാഠപുസ്തക പ്രകാരം 270 to 280 ദിവസമാണ്. ഭ്രൂണത്തിൻ്റെ ഹൃദയം രൂപപ്പെടുന്നത് 1 മാസം ആകുമ്പോഴാണ്. 2-ാം മാസത്തിൽ കൈകാലുകൾ മുളയ്ക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഗർഭസ്ഥ ശിശുവിൽ നിന്നുള്ള പ്രസവത്തിനുള്ള ആദ്യ സിഗ്നലുകൾ ഉണ്ടാകുന്നത് ഓക്സിറ്റോസിൻ ഗർഭാശയ പേശികളെ അതിശക്തമായി സങ്കോചിപ്പിക്കുകയും പ്രസവത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. പ്രസവിച്ച് ആദ്യത്തെ 4-5 ദിവസം വരെ ഉണ്ടാകുന്ന ആൻറ്റിബോഡികളിലുള്ള മുലപ്പാലാണ് കൊളസ്ട്രം. മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണ് ലാക്ടോസ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം 70 kcal/100 ml ആണ്. സ്ത്രീയിലും പുരുഷനിലും പ്രത്യുൽപാദന ശേഷിയില്ലാത്ത അവസ്ഥയാണ് വന്ധ്യത. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ വാസക്ടമിയാണ്. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ ട്യൂബക്ടമിയാണ്. ഇനി ടെസ്റ്റ് ട്യൂബ് ശിശുവാണ്. ബാഹ്യബീജ സങ്കലനത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആണ്, IVF. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ റോബർട്ട് G. എഡ്വേർഡും പാട്രിക് സ്റ്റെപ്റ്റോയുമാണ്. 2010 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം നേടിയത് റോബർട്ട് G. എഡ്വേർഡ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ ആണ്. 1978 ജൂലൈ 25 ഇംഗ്ലണ്ട്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ബേബി ദുർഗയെ സൃഷ്ടിച്ചത് ഡോക്ടർ സുഭാഷ് മുഖോപാധ്യായാണ്. 1978 ഒക്ടോബർ 3 കൽക്കത്തയിൽ. ഇന്ത്യയിലെ 2ാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ഹർഷ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് കമലാരത്നം. 1990. അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് നതാലി ബ്രൗൺ. മനുഷ്യ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിവയാണ്. ജീവശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ കാലമാണ് കൗമാരം. ബാല്യത്തിൽ നിന്നും പൂർണ്ണ വളർച്ചയിലേക്ക് വേഗത്തിലുള്ള മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കൗമാരം. തലച്ചോറിൽ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവ കൗമാരഘട്ടത്തിലെ പ്രത്യേകതകളാണ്. ശാരീരിക മാനസിക മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾ പെൺകുട്ടികളിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്നു എന്നതിനാൽ കുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികളിൽ കൗമാരഘട്ട വളർച്ച വേഗത്തിൽ നടക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കൗമാരകാലം 11 to 19 വയസ്സ് വരെയാണ്. സന്താനോൽപാദന സജ്ജരായിട്ടുള്ള വ്യക്തികളാകുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളാണ് പ്യൂബർട്ടി. ഒരു വ്യക്തിയുടെ വളർച്ച പൂർത്തിയാക്കുന്നത് 20കളുടെ തുടക്കത്തിലാണ്. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ അനോറെക്സിയ. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പദങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക. സ്ത്രീ ഈസ്ട്രജനാണ്. പുരുഷൻ ടെസ്റ്റോസ്റ്റിറോൺ. ലൈംഗിക ഹോർമോണുകൾ. ഒറ്റപ്പെട്ടത് ഏത്? മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക. അണ്ഡാശയം, അണ്ഡവാഹി, ഗർഭാശയം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. മറ്റുള്ളവ സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥ ഭാഗങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ സൈക്കോളജിയാണ് നോക്കുന്നത്. സൈക്കോളജിയിലെ പോതന ഘട്ടങ്ങളാണ് ആദ്യമായിട്ട് നോക്കുന്നത്. പഠനാനുഭവങ്ങൾ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്ന് ഫിലിപ്പ് W. ജാക്സൺ അഭിപ്രായപ്പെടുന്നു. ഫിലിപ്പ് W. ജാക്സൺ അഭിപ്രായപ്പെട്ടത് എന്താണ്? പഠനാനുഭവങ്ങൾ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത്. ക്ലാസ് റൂമിൽ പോകുന്നതിന് മുൻപ് അധ്യാപകൻ നടത്തുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഉൾക്കൊള്ളുന്ന ബോധനാസൂത്രണ ഘട്ടമാണ് പ്രാഗ് പ്രവർത്തന ഘട്ടം.
ബോധനത്തിൻ്റെ ആസൂത്രണ ഘട്ടം. വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഘട്ടത്തിൽ ക്ലാസ്സിൽ ബോധനവുമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന ബോധനാസൂത്രണ ഘട്ടമാണ് പ്രവർത്തന ഘട്ടം. ക്ലാസ് റൂം ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന ഘട്ടം പ്രവർത്തനാനന്തര ഘട്ടമാണ്. ബോധനത്തിൻ്റെ അവസാന ഘട്ടം. പ്രവർത്തനാനന്തര ഘട്ടത്തിൽ വാചിക പരീക്ഷയിലൂടെയോ എഴുത്തു പരീക്ഷയിലൂടെയോ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്താവുന്നതാണ്. വിഭവ യൂണിറ്റ്. അധ്യാപകരും മറ്റു വിദ്യാഭ്യാസ വിചക്ഷണരും തയ്യാറാക്കുന്നതാണ് വിഭവ യൂണിറ്റ്. പാഠഭാഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് നൽകുന്ന രൂപരേഖയാണ് വിഭവ യൂണിറ്റ്. വിഭവ യൂണിറ്റിലെ പ്രധാന ഘടകങ്ങൾ: പാഠ്യവസ്തുവിലെ ഉള്ളടക്കം, ലക്ഷ്യങ്ങളുടെ നിർവചനം, പഠനാനുഭവങ്ങൾ, പഠന വിഷയങ്ങളുടെ ശേഖരണം, പ്രശ്നം, മൂല്യനിർണ്ണയം, വിലയിരുത്തൽ. പാഠ്യക്രമം ഒരു പാഠ്യപദ്ധതിയല്ല. പാഠ്യപദ്ധതിയിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് പാഠ്യക്രമം. അധ്യയന വർഷത്തിൽ ക്ലാസ് തുടങ്ങുന്നത് മുതൽ ആ വർഷം അവസാനിക്കുന്നത് വരെ വിദ്യാലയത്തിൻ്റെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. പാഠാസൂത്രണം 40-45 മിനിറ്റുള്ള പീരിയഡിലേക്കായിട്ട് തയ്യാറാക്കുന്നതും അധ്യാപകൻ്റെ പഠനബോധന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള പാഠഭാഗങ്ങളുടെ കൃത്യമായ ബോധനം സാധ്യമാക്കുന്നതാണ് പാഠാസൂത്രണം. ക്ലാസ് റൂം പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അധ്യാപകൻ്റെ മാനസികവും വൈകാരികവുമായ മനോചിത്രീകരണമാണ് പാഠാസൂത്രണം എന്ന് അഭിപ്രായപ്പെട്ടത് GH ഗ്രീനിയാണ്. ആത്മവിശ്വാസത്തോടെ ക്ലാസ്സിനെ അഭിമുഖീകരിക്കാൻ മികച്ച പാഠാസൂത്രണം സഹായിക്കും. പാഠഭാഗം രസകരമായി അവതരിപ്പിക്കുവാനും പുതിയ ബോധന രീതികൾ ചിന്തിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനും പാഠാസൂത്രണം സഹായിക്കും. ബോധനം സാമാന്യ രീതികൾ. അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്. കുട്ടികൾക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്തതിലേക്ക് മുന്നേറുന്ന രീതിയാണ്. ലളിതമായതിൽ നിന്നും സങ്കീർണമായവയിലേക്ക്. വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാടനുസരിച്ച് ലളിതമായ കാര്യങ്ങളിൽ തുടങ്ങി വേണം സങ്കീർണതയിലേക്ക് നീങ്ങാനുള്ളത്. മൂർത്തമായവയിൽ നിന്നും അമൂർത്തമായവയിലേക്ക്. വസ്തുക്കൾ ആദ്യവും വാക്കുകൾ പിന്നീടും എന്ന രീതിയിലാണ് ഇവിടെ അവലംബിക്കേണ്ടത്. കുട്ടികൾ പഠനം ആരംഭിക്കുന്നത് മൂർത്തമായ വസ്തുക്കളിലൂടെയാണ്. പ്രത്യേകമായവയിൽ നിന്നും സാമാന്യമായവയിലേക്ക്. കുട്ടികൾ പ്രത്യേകമായ ചില അറിവുകൾ വഴി സാമാന്യ തത്വങ്ങളിൽ എത്തിച്ചേരാൻ പഠന രീതിയാണിത്. ക്ലിപ്തമല്ലാത്തതിൽ നിന്നും ക്ലിപ്തമായതിലേക്ക്. ചിത്രങ്ങൾ, ചാർട്ടുകൾ, ഗ്രാഫുകൾ, ഗ്ലോബുകൾ തുടങ്ങിയ സഹായത്തോടെ ക്ലിപ്തമായവയല്ലാത്ത വസ്തുക്കളിൽ നിന്നും ക്ലിപ്തമായ വസ്തുക്കളിലേക്കുള്ള വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു. മനഃശാസ്ത്രപരമായതിൽ നിന്നും യുക്തിയുക്തമായതിലേക്ക്. കുട്ടികളുടെ താൽപ്പര്യത്തിനും കഴിവിനും അതീതമായിട്ട് വിഷയഭാഗത്തിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടതാണ് യുക്തിയുക്തമായിട്ടുള്ള അവതരണ ശൈലി. മുഴുവനായവയിൽ നിന്നും ഭാഗങ്ങളിലേക്ക്. ഭാഗിക പഠനത്തേക്കാൾ യോജ്യമായത് മുഴുവനായിട്ടുള്ള സമീപനമാണെന്ന് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം അഭിപ്രായപ്പെടുന്നു. തത്വങ്ങൾ മുഴുവനായി സംശീകരിച്ച ശേഷം ഭാഗങ്ങളായി പഠിക്കുന്ന രീതിയാണിത്. അപഗ്രഥനത്തിൽ നിന്നും ഉത്ഗ്രഥനത്തിലേക്ക്. വ്യത്യസ്ത പാഠഭാഗങ്ങളെ അപഗ്രഥിച്ച് പൂർണ്ണമായ ആശയത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ്. സമീപമായതിൽ നിന്നും വിദൂരമായതിലേക്ക്. കുട്ടികൾ തൻ്റെ അടുത്ത ചുറ്റുപാടിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് അവരുടെ വിശാല പഠനം എളുപ്പമാക്കുന്നു. യഥാർത്ഥമായതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവമുള്ളതിലേക്ക്. യഥാർത്ഥ വസ്തുക്കളുടെ പ്രദർശനം കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. മുതിർന്ന കുട്ടികൾ ക്ലാസുകളിൽ യഥാർത്ഥമായവയ്ക്ക് പകരം മാതൃകകളോ ചിത്രങ്ങളോ ഉപയോഗിക്കാവുന്നതാണ്. ബോധനാദ്ദേശങ്ങളുടെ വർഗ വിവരണം. ബോധനോദ്ദേശങ്ങളുടെ വർഗീകരണ പദ്ധതിയാണ് ടാക്സോണമി. അമേരിക്കയിലെ ഷിക്കാഗോ സർവകലാശാലയിലെ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫസർമാരുടെ ഒരു സംഘം 1956 വിദ്യാഭ്യാസ ഉദ്ദേശങ്ങളുടെ ടാക്സോണമിയെ പ്രതിപാദിക്കുന്ന ഏതാനും ഗ്രന്ഥങ്ങൾ രചിച്ചു. ഈ ടാക്സോണമികൾ പരാമർശിക്കപ്പെടുന്നത് ബ്ലൂമിൻ്റെ ടാക്സോണമി എന്നാണ്. ബോധനോദ്ദേശ 3 മേഖലകളിലായിട്ട് വർഗീകരിക്കുന്നു: വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃശാലക മേഖല. അറിവ് സംസ്കരിക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബൗദ്ധിക സവിശേഷതകളുടെ വികസനം കൈകാര്യം ചെയ്യുന്ന ഉദ്ദേശമാണ് വൈജ്ഞാനിക മേഖല.
ആസ്വാദനം, താൽപ്പര്യങ്ങൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള വൈകാരികമായിട്ടുള്ള അഭിലഷണീയമായ വ്യതിയാനങ്ങൾ പരിഗണിക്കുന്ന ഉദ്ദേശങ്ങളാണ് വൈകാരിക മേഖല. കായികവും പ്രവർത്തനപരവുമായിട്ടുള്ള നൈപുണികളുടെ വികസനം ഉൾക്കൊള്ളുന്ന ഉദ്ദേശങ്ങളാണ് മനഃശാലക മേഖല. മുൻപ് പഠിച്ച പാഠ്യവസ്തുവിൻ്റെ സ്മരണയാണ് വിജ്ഞാനം. പ്രസക്തമായിട്ടുള്ള പാഠ്യവസ്തുവിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുള്ള ശേഷിയാണ് ആശയഗ്രഹണം. അടുത്തത് വൈജ്ഞാനിക മേഖല, വൈകാരിക മേഖല, മനഃശാലക മേഖല. അപ്പം വൈജ്ഞാനിക മേഖലയിൽ വരുന്നത് വിജ്ഞാനം, ആശയഗ്രഹണം, പ്രയോഗം, അപഗ്രഥനം, ഉദ്ഗ്രഥനം, മൂല്യനിർണ്ണയം. വൈകാരിക മേഖലയിൽ സ്വീകരണം, പ്രതികരണം, വില കൽപ്പിക്കൽ, സംഘാടന, സ്വാഭാവിക ശൈലി. മനഃശാലക മേഖലയിൽ ഇന്ദ്രിയാനുഭൂതി, നില, മാർഗാശ്രിത പ്രതികരണം, പ്രവർത്തന തന്ത്രം, സങ്കീർണ ബാഹ്യ പ്രതികരണം, സമായോജനം, മൗലിക സൃഷ്ടി. അടുത്തത് പഠിച്ച കാര്യങ്ങൾ നൂതനവും വസ്തുനിഷ്ഠവുമായ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള ശേഷിയാണ് പ്രയോഗം. പാഠ്യവസ്തുക്കളെ അവയുടെ ഘടനാ സ്വഭാവം ഗ്രഹിക്കുവാൻ വേണ്ടി ഘടകങ്ങളായിട്ട് അർത്ഥപൂർണമായ രീതിയിൽ പിരിച്ചെടുക്കുവാനുള്ള ശേഷിയാണ് അപഗ്രഥനം. അംശങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു സമഗ്ര രൂപം സൃഷ്ടിക്കുവാനുള്ള ശേഷിയാണ് ഉദ്ഗ്രഥനം. ഒരു പദാർത്ഥത്തിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ മൂല്യം ശരിയായിട്ട് നിർണ്ണയിക്കുവാനുള്ള ശേഷിയാണ് മൂല്യനിർണ്ണയം. ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ ചോദകത്തെയോ ശ്രദ്ധിക്കാനുള്ള പഠിതാവിൻ്റെ സന്നദ്ധയാണ് സ്വീകരണം. പഠന പ്രക്രിയയിൽ പഠിതാവിൻ്റെ സജീവമായിട്ടുള്ള പങ്കാളിത്തമാണ് പ്രതികരണം. പഠിതാവ് ഒരു പ്രത്യേക പദാർത്ഥത്തിനോ പ്രതിഭാസത്തിനോ വ്യവഹാരത്തിനോ കൽപ്പിക്കുന്ന മൂല്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വില കൽപ്പിക്കൽ. ഇനി വിവിധ മൂല്യങ്ങളെ അവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് ഒത്തിണക്കുന്നതാണ് സംഘാടനം, ഒത്തിണക്കം. വ്യക്തി തൻ്റെ വ്യവഹാരങ്ങളെ ദീർഘമായിട്ടുള്ള കാലയളവിൽ നിയന്ത്രിച്ചു പോരുന്ന ഒരു മൂല്യസംഘാതം കഴിഞ്ഞിരിക്കുന്നതാണ് മൂല്യത്തിൻ്റെയോ സംഘാതത്തിൻ്റെയോ ഫലമായി നടക്കുന്ന സ്വാഭാവിക വ്യവഹാര ശൈലി രൂപവൽക്കരണം. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സൂചകങ്ങൾ കിട്ടാൻ വേണ്ടി ബോധോന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതാണ് ഇന്ദ്രിയാനുഭൂതി. പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവാണ് നില അഥവാ സന്നദ്ധത. സങ്കീർണ നൈപുണികളുടെ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രസക്തമാകുന്നതാണ് മാർഗനിർദ്ദേശത്തിനൊത്ത പ്രതികരണം. പഠിച്ച പ്രതികരണങ്ങൾ ശീലമാക്കി മാറ്റി ബന്ധപ്പെട്ട ചലനങ്ങൾ ആത്മവിശ്വാസത്തോടെയും അല്പം വൈവിധ്യത്തോടെയും ചെയ്യുന്ന പ്രവർത്തനമാണ് പ്രവർത്തന തന്ത്രം. സങ്കീർണ മാതൃകകൾ ഉൾപ്പെട്ട പേശി പ്രവർത്തനങ്ങളുടെ നിപുണമായ പ്രദർശനമാണ് സങ്കീർണ ബാഹ്യ പ്രതികരണം. പ്രത്യേക ആവിശിഷ്ടങ്ങൾക്കൊത്തോ ഒരു പ്രശ്ന സന്ദർഭത്തിന് പരിഹാരം കാണാൻ വേണ്ടിയോ വ്യക്തിക്ക് ചലനക്രമം മാറ്റാൻ കഴിയുന്ന വിധം അങ്ങേയറ്റം നൈപുണികളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സമായോജനം. ഒരു പ്രത്യേക സന്ദർഭത്തിനോ പ്രത്യേക പ്രശ്നത്തിനോ ഒത്ത് നൂതന ചലന മാതൃകകൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണ് മൗലിക സൃഷ്ടി. അധ്യാപകൻ്റെ ആസൂത്രണം. അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പാണ് ആസൂത്രണം. ആസൂത്രണം 3 വിധമുണ്ട്. വാർഷികാസൂത്രണം, യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്രാസൂത്രണം, ദൈനംദിന ആസൂത്രണം. ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണമാണ് വാർഷികാസൂത്രണം. ഓരോ ക്ലാസ്സിന് വേണ്ടിയും അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മാസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം. ഓരോ യൂണിറ്റിൻ്റെയും പഠനങ്ങൾ അവയുടെ വ്യവഹാര രൂപം സാഹിത്യകാരന്മാർ കുട്ടിയിലുറപ്പിക്കേണ്ട ധാരണകൾ, ശേഷികൾ, മനോഭാവങ്ങൾ എന്നിവയ്ക്ക് അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, ശ്രവണം, ഭാഷണ, വായനം, ലേഖനം, സർഗാത്മകത, രചന ഇവയ്ക്കുള്ള അവസരങ്ങൾ, പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാരങ്ങൾ, ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതാണ് സമഗ്രാസൂത്രണം. സമഗ്രാസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിൻ്റെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനമാക്കിയിട്ട് എഴുതുന്നതാണ് ദൈനംദിന ആസൂത്രണം. ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ് ടീച്ചിങ് മാനുവൽ. ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമായിട്ട് എഴുതുന്നതാണ് പ്രക്രിയാ പേജ്. പഠന പ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ, സ്വയം വിലയിരുത്തൽ, അധ്യാപകൻ്റെ കണ്ടെത്തലുകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തന സാധ്യത തുടങ്ങിയവ വലതുഭാഗത്ത് എഴുതി വെക്കുന്നതാണ് വിലയിരുത്തൽ പേജ്. വിലയിരുത്തലുകളിൽ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് പ്രതിഫലനാത്മക കുറിപ്പ്. അനുഭവങ്ങൾ പങ്കുവെക്കലിനും ഫലപ്രദമായിട്ടുള്ള ആസൂത്രണത്തിനുമായിട്ട് അധ്യാപകൻ നിരന്തരമായിട്ട് ലഭിക്കുന്ന വേദിയാണ് ക്ലസ്റ്റർ യോഗങ്ങൾ. ഉദ്ഗ്രഥിത പഠനം. പ്രൈമറി ക്ലാസ്സുകളിൽ വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നില്ല.
പുതിയ സമീപനം അനുസരിച്ച് 1-2 ക്ലാസ്സുകളിൽ ഉദ്ഗ്രഥിത സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. ഭാഷാ ശാസ്ത്രം, ഗണിതം, സംഗീതം, പ്രവൃത്തി പരിചയം, കലാപഠനം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഏതെങ്കിലും ഒരു ആശയത്തെ മുൻനിർത്തി പ്രകൃതിക്കനുസരിച്ചുള്ള അനുകൂലമായി പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടു പോകുന്ന പഠനരീതിയാണ് ഉദ്ഗ്രഥിത പഠനം. വിഷയാധിഷ്ഠിതമായ പാഠ്യപദ്ധതി ഇല്ലാത്തത് ഉദ്ഗ്രഥിത പഠനം. കുട്ടിയിലുണ്ടാകേണ്ട പഠന നേട്ടങ്ങൾ ലക്ഷ്യം വഹിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പഠന പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ഫലപ്രാപ്തി എന്നറിയേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നടത്തുന്ന വിലയിരുത്തലാണ്. ഇനി പഠന നേട്ടങ്ങളും സവിശേഷതകളുമാണ്. അറിവ്, ശേഷികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നത്, നിരീക്ഷിക്കാവുന്നതും അളക്കാൻ കഴിയാവുന്നതുമാണ്. ഹ്രസ്വവും ദീർഘവുമായ കാലങ്ങളിൽ നേടുന്നവ. മാപനവും മൂല്യനിർണ്ണയവും. ഒരു വ്യക്തിയുടെ പ്രത്യേക വ്യവഹാരത്തിൻ്റെ അളവിനെ സംഖ്യാരൂപത്തിൽ പ്രതിനിധീകരിക്കുന്ന പ്രക്രിയയാണ് മാപനം. നിരീക്ഷണം, ചോദ്യാവലി, അഭിമുഖം തുടങ്ങി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാപനം നടത്താം. മാപനം എന്നത് പരിമാണികമാണ്. ഭൂതം, ഭാവി പ്രകടനങ്ങളെ പരിഗണിക്കാതെ എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം മാത്രമാണ് മാപനം. മാപനം വസ്തുനിഷ്ഠമാണ്. മാപനം ശാസ്ത്രീയവും കൃത്യതയുമുള്ളതാണ്. ഇത് തുടർ പ്രക്രിയയല്ല. മൂല്യനിർണ്ണയത്തിന് വേണ്ടി വരുന്ന ഒരു മുൻ ഉപാധിയാണ് മാപനം. ഉദ്ദേശങ്ങൾ രൂപവൽക്കരിക്കുക, പഠനാനുഭവങ്ങൾ നൽകുക, മൂല്യനിർണ്ണയം നടത്തുക എന്നീ 3 പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശോധകവും മാപനവും ഉൾക്കൊള്ളുന്ന വിശാലമായിട്ടുള്ള അർത്ഥമാണ് മൂല്യനിർണ്ണയത്തിന് ഉള്ളത്. ഭൂതവർത്തമാന ഭാവി പ്രകടനങ്ങളെ ഗുണാത്മകമായി വിലയിരുത്തുകയാണ് മൂല്യനിർണ്ണയം. മൂല്യനിർണ്ണയം വ്യക്തിനിഷ്ഠമാണ്. അത് ഗുണപരമായ വിലയിരുത്തലാണ്. എത്രത്തോളം നല്ലതാണ് എന്നതിൽ ഇതിൽ പരാമർശിക്കുന്നത്. ഇപ്പം ഉദ്ദേശങ്ങൾ, പഠനാനുഭവങ്ങൾ, മൂല്യനിർണ്ണയം, ഉദ്ദേശം, അങ്ങനെയുള്ള ഒരു മൂല്യനിർണ്ണയം ഒരു തുടർ പ്രക്രിയയാണ്. മൂല്യനിർണ്ണയത്തിൻ്റെ പരിധി വളരെ വിശാലമാണ്. അധ്യയനത്തെ ഫലപ്രദമാക്കുന്നത് പോലെ തന്നെ വിലയിരുത്തുവാനും സഹായിക്കുന്നത് വാചികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. വിവിധ തരം മൂല്യനിർണ്ണയങ്ങൾ. സംരചനാ മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും പ്രതിപുഷ്ടി നൽകുന്നതാണ് സംരചനാ മൂല്യനിർണ്ണയം. പോരായ്മയെ അപ്പോൾ തന്നെ പരിഹരിക്കാവുന്ന മൂല്യനിർണ്ണയ രീതിയാണ് സംരചനാ മൂല്യനിർണ്ണയം. നിരന്തരമായി നടക്കുന്ന വിലയിരുത്തൽ സംരചനാ മൂല്യനിർണ്ണയം. ഒരു യൂണിറ്റോ പാഠഭാഗമോ പഠിപ്പിച്ച് തീർന്നതിന് ശേഷം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. വിദ്യാർത്ഥിയുടെ മൊത്തത്തിലുള്ള പ്രകടനം വിലയിരുത്തൽ നടത്തുന്നത് ആത്യന്തിക മൂല്യനിർണ്ണയമാണ്. ഒരധ്യായത്തിൻ്റെയോ ഒരു ടേമിൻ്റെയോ കോഴ്സിൻ്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രമോഷൻ നൽകുവാനും ഉപയോഗിക്കുന്ന രീതിയാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. ഘട്ടം ഘട്ടമായി നടക്കുന്ന വിലയിരുത്തലാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. മൂല്യനിർണ്ണയവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം. ഒരു നിശ്ചിത കാലയളവിന് ശേഷം പുരോഗതി അളക്കുന്നതാണ് ആത്യന്തിക മൂല്യനിർണ്ണയം. കുട്ടികളുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യനിർണ്ണയത്തിന് പോർട്ട്ഫോളിയോ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ക്ലാസ് റൂം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ടീച്ചിങ് മാനുവലിൻ്റെ പ്രക്രിയ പേജിൽ ഉൾപ്പെടുത്താം. അപ്പം ഇതിൽ എ ആണ് മൂല്യനിർണ്ണയവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തുന്ന മൂല്യനിർണ്ണയമാണ് സംരചനാ മൂല്യനിർണ്ണയം എന്നുള്ളത്. ഇനി മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ. ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ഉപാഖ്യാന രേഖ. അപ്പോൾ ചെക്ക് ലിസ്റ്റ് കുട്ടികളുടെ വ്യക്തിത്വ സവിശേഷതകൾ വിലയിരുത്തുന്നതിനുള്ള ദ്വിമാന പട്ടികയാണ്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സ്വഭാവം കുട്ടിയിൽ ഏത് നിലവാരത്തിൽ കാണുന്നു എന്ന് നിർണ്ണയിക്കാനാണ്. ഉപാഖ്യാന രേഖയാണെങ്കിൽ ക്ലാസ്സിനകത്തും പുറത്തും നടക്കുന്ന കുട്ടികളുടെ വിവിധങ്ങളായ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഇനി സഞ്ചിത രേഖയാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവും പഠനപരവുമായിട്ടുള്ള ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നു. ഇൻവെൻ്ററി കുട്ടികളിലെ താൽപ്പര്യങ്ങൾ, അഭിരുചികൾ, വ്യക്തിത്വ സവിശേഷതകൾ ഇവ നിർണ്ണയിക്കുന്നു. ശോധകങ്ങൾ വാചിക ശോധകം, ലിഖിത ശോധകവും നിർവഹണ ശോധകവുമുണ്ട്. ശോധകങ്ങൾ നോക്കാം. ബോധന പ്രക്രിയ നടക്കുന്ന സമയത്തോ അതിനുശേഷമോ പഠിതാക്കളിൽ നിന്നും ഉദ്ദേശിച്ച പ്രതികരണങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ചോദ്യാവലിയാണ് ശോധകങ്ങൾ. പരീക്ഷകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു മൂല്യനിർണ്ണയ ഉപാധിയാണ് വാചിക ശോധകം. വാചിക ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചിട്ടയോടെയും സമർത്ഥമായും അറിവ് അവതരിപ്പിക്കുവാനുള്ള വിദ്യാർത്ഥിയുടെ കഴിവ് വിലയിരുത്തുക എന്നതാണ്. വിദ്യാർത്ഥി ചില ചോദ്യങ്ങൾ രേഖാമൂലം ഉത്തരം നൽകുന്നതിലൂടെ നടത്തുന്ന മൂല്യനിർണ്ണയ രീതിയാണ് ലിഖിത ശോധകം.
വിദ്യാർത്ഥികൾ അവരുടെ കഴിവ്, അറിവ് എന്നിവ ആധാരിക പ്രശ്നങ്ങളിൽ എത്ര നന്നായിട്ട് പ്രയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് നിർവഹണ ശോധകം. ഒരു നല്ല ശോധകത്തിൻ്റെ ഗുണങ്ങൾ സാധുത, വിശ്വാസ്യത, പ്രായോഗികം, വസ്തുനിഷ്ഠത, വ്യവച്ഛേദന ശേഷി, ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം, സമഗ്രത, താരതമ്യക്ഷമത, പ്രയോജനക്ഷമത. ഒരു ശോധകം എന്തു നിർണ്ണയിക്കുവാനാണോ ഉദ്ദേശിച്ചത് അത് നിർണ്ണയിക്കുവാനുള്ള കഴിവ് ശോധകത്തിനുണ്ടെങ്കിൽ അതാണ് സാധുത എന്ന് പറയുന്നത്. ശോധക ഫലത്തിൻ്റെ സ്ഥിരതയാണ് വിശ്വാസ്യത. ശോധക ഫലത്തിൻ്റെ സ്ഥിരത, വിശ്വാസ്യത. ഒരു നല്ല ശോധകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം, സ്ഥലം, സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതാണ് പ്രായോഗികം എന്ന് പറയുന്നത്. ഒരു നല്ല ശോധകം എല്ലാ സന്ദർഭങ്ങളിലും പ്രയോഗിക്കത്തക്ക രീതിയിൽ സമയം, സ്ഥലം, സാമ്പത്തികം എന്നിവയിൽ മെച്ചപ്പെട്ടതായിരിക്കുന്നതാണ് പ്രായോഗികം. ഒരു ചോദ്യത്തിൻ്റെ അർത്ഥവ്യാപ്തി വ്യാഖ്യാനിക്കുന്നതിലും ഉത്തരത്തിന് മാർക്കിടുന്നതിലും വ്യക്തികളുടെ ആത്മപരത സ്വാധീനം ചെലുത്താത്തതാണ് വസ്തുനിഷ്ഠത. ഒരു ക്ലാസ്സിലെ വിവിധ നിലവാരത്തിലുള്ള വിദ്യാർത്ഥികളെ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയാണ് വ്യവച്ഛേദന ശേഷി. ശോധകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രൂപരേഖകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം നൽകുന്നവയാണ് ഉദ്ദേശാധിഷ്ഠിത സ്വഭാവം. ശോധകം പാഠ്യക്രമത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും പ്രസക്തമായിട്ടുള്ള എല്ലാ പാഠ്యాంശങ്ങളും പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് സമഗ്രത. താരതമ്യക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങൾ സാമാന്യ നിലവാരത്തിലുള്ള ശോധകങ്ങൾ ലഭ്യമാക്കുക, അനുയോജ്യമായിട്ടുള്ള മാനങ്ങൾ ലഭ്യമാക്കുക. ശോധകം ആലോചിച്ചുറപ്പിച്ച ഉദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് നിർമ്മിക്കുകയും ഉന്നതമാക്കിയ ഫലങ്ങൾ നേടാൻ കഴിയുമാറ് ശോധക ഫലങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതാണ് പ്രയോജനക്ഷമത. വ്യത്യസ്ത തരം ശോധകങ്ങൾ: മാനകീകൃത ശോധകങ്ങൾ, അധ്യാപക നിർമ്മിതി ശോധകങ്ങൾ, നിദാന ശോധകങ്ങൾ, സിദ്ധി ശോധകങ്ങൾ, പ്രാഗ്നോസ്റ്റിക് ശോധകങ്ങൾ. മാനകീകൃത ശോധകങ്ങൾ ഒരു അംഗീകൃത പൊതുനിലവാരത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ വിലയിരുത്തുന്ന പരീക്ഷകളാണ് മാനകീകൃത ശോധകങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ: ഒരു നല്ല ശോധകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? വ്യക്തിപരതയാണ്. സാധുത, വിശ്വാസ്യത, പ്രായോഗികത, വ്യക്തിപരത. അതിൽ വ്യക്തിപരതയാണ്. വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലും സമയങ്ങളിലും നടത്താവുന്ന ശോധകങ്ങൾ മാനകീകൃത ശോധകങ്ങളാണ്. മാനകീകൃത ശോധകങ്ങൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ താരതമ്യം ചെയ്ത് ഗ്രേഡ് നൽകാൻ ഉപയോഗിക്കുന്ന പരീക്ഷയാണ് മാനകീകൃത പരീക്ഷ. മാനകീകൃത പരീക്ഷയ്ക്ക് ഉദാഹരണം വ്യക്തിത്വ പരീക്ഷകൾ, സിദ്ധി പരീക്ഷകൾ, അഭിരുചി പരീക്ഷകൾ. അധ്യാപക നിർമ്മിത ശോധകങ്ങളാണ്. ഒരു ക്ലാസ് റൂം ആവശ്യത്തിനായിട്ട് മാത്രം ഒരു പ്രത്യേക അധ്യാപകൻ നിശ്ചിത സമയത്തേക്ക് വേണ്ടി തയ്യാറാകുന്ന ശോധകങ്ങൾ അധ്യാപക നിർമ്മിത ശോധകങ്ങൾ. അധ്യാപക നിർമ്മിത ശോധകത്തിൻ്റെ പ്രയോജനങ്ങൾ: പഠനത്തിൻ്റെ ദൈനംദിന പുരോഗതി അളക്കൽ, വിദ്യാർത്ഥികളുടെ ധാരണാശക്തി അളക്കൽ, വിദ്യാർത്ഥികളുടെ നിലവാരം അറിയുവാനും മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ കാരണം കണ്ടെത്തി അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനും. നിദാന ശോധകങ്ങൾ പഠന പ്രക്രിയകൾക്കിടയിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദൗർബല്യങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് നിദാന ശോധകം. പ്രയാസമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി അവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. പഠന രീതിയിലുള്ള കുറവുകളെ മനസ്സിലാക്കുവാനും അവയെ തരണം ചെയ്യുവാനും വിദ്യാർത്ഥികളെ സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. നിദാന ശോധകത്തിൻ്റെ പ്രധാന ലക്ഷ്യം പരിഹാരബോധനമാണ്. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായിട്ടുള്ള നൈപുണ്യ വികസനത്തിന് സഹായിക്കുന്ന ശോധകമാണ് നിദാന ശോധകം. സിദ്ധി ശോധകങ്ങൾ ഒരു പ്രത്യേക പാഠഭാഗം അഭ്യസിച്ചു കഴിഞ്ഞ ശേഷം അധ്യാപന രീതിയിലൂടെ കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിക്കുന്നതിന് തയ്യാറെടുക്കുന്ന പരീക്ഷയാണ് സിദ്ധി ശോധകങ്ങൾ. സിദ്ധി ശോധകത്തിന് ഉദാഹരണങ്ങൾ വാചിക പരീക്ഷ, എഴുത്തു പരീക്ഷ, ബുദ്ധി പരീക്ഷ, നൈപുണ്യ പരീക്ഷ. സിദ്ധി ശോധകങ്ങളുടെ ധർമ്മം അധ്യയന രീതി കൂടുതൽ കാര്യക്ഷമമാക്കുക, വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയവ വിലയിരുത്താൻ സഹായിക്കുന്ന സിദ്ധി ശോധകം. സിദ്ധി ശോധകങ്ങൾക്ക് സമയ ക്ലിപ്തതയുണ്ട്. സിദ്ധി ശോധകത്തിൻ്റെ നിർമ്മാണം: ശോധകാസൂത്രണം, ബോധനോദ്ദേശങ്ങൾ ഉള്ളടക്കം, രൂപരേഖ തയ്യാറാക്കൽ, ശോധകത്തിൻ്റെ കാഠിന്യം, ബ്ലൂ പ്രിൻ്റ്, ചോദ്യം തയ്യാറാക്കൽ, ചോദ്യാപഗ്രഥനം. സിദ്ധി ശോധക നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകം ശ്രദ്ധാപൂർവമായിട്ടുള്ള ശോധകാസൂത്രണം. ബോധനോദ്ദേശങ്ങളെ സാധൂകരിക്കത്തക്ക രീതിയിലായിരിക്കണം സിദ്ധി ശോധകങ്ങൾ തയ്യാറാക്കേണ്ടത്.
അടുത്തത് ബുദ്ധിശോധകങ്ങൾ. സമ്പന്നരെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ബുദ്ധിശോധകം അളക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബുദ്ധിശോധകങ്ങൾ. ശോധകത്തിൽ ചേർത്തിരിക്കുന്ന വിവരണമാണ് ഉള്ളടക്കം. ഉദ്ദേശങ്ങളുടെയും ഉള്ളടക്കത്തിൻ്റെയും പ്രാധാന്യം കണക്കിലെടുത്ത് തയ്യാറാക്കേണ്ടതാണ് ചോദ്യമാതൃക. ചോദ്യങ്ങളുടെ കാഠിന്യത്തിൻ്റെ ആപേക്ഷിക പ്രാധാന്യം കണക്കാക്കേണ്ടതാണ്. സങ്കീർണ നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യമാതൃകയാണ് ഉപന്യാസ മാതൃക. ലളിത നൈപുണികൾ അളക്കാൻ ഉപയോഗിക്കുന്നത് വസ്തുനിഷ്ഠ മാതൃക ചോദ്യങ്ങൾ. വളരെ എളുപ്പം, ശരാശരി, കാഠിന്യം എന്നിങ്ങനെ 3 വിഭാഗം ചോദ്യങ്ങൾ സന്തുലിതമായിട്ട് ഉപയോഗിച്ച് ശോധനത്തെ ഫലപ്രാപ്തിയിൽ എത്തിക്കാം. ശോധകത്തിൻ്റെ ഉദ്ദേശങ്ങൾ, ഉള്ളടക്കം, ചോദ്യ മാതൃകകൾ എന്നിവ ഉൾക്കൊള്ളിക്കുന്ന ത്രിമാന ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ്. ആകെ ചോദ്യങ്ങളുടെ എണ്ണം, ആകെ മാർക്ക്, ഓരോ യൂണിറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ എണ്ണം, വിവിധ ചോദ്യങ്ങൾ കൈവരിക്കുന്ന ഉദ്ദേശങ്ങൾ, ഇവയ്ക്കുള്ള പ്രാധാന്യം എന്നിവയെല്ലാം മനസ്സിലാക്കുന്നത് ബ്ലൂ പ്രിൻ്റിലൂടെ. ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് വിവിധ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ചോദ്യങ്ങളുടെ ക്രമീകരണം, വസ്തുനിഷ്ഠം, ഹ്രസ്വോത്തരം, ഉപന്യാസ മാതൃക. പരീക്ഷ നടത്തിക്കഴിഞ്ഞാൽ ഉത്തര പരിശോധനയ്ക്കായി തയ്യാറാക്കേണ്ടതാണ് മാർഗരേഖ. ബ്ലൂ പ്രിൻ്റിൽ പറഞ്ഞിരിക്കുന്ന ആപേക്ഷിക പ്രാധാന്യം ചോദ്യങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ചോദ്യാപഗ്രഥനം. പ്രാഗ്നോറ്റിക് ശോധകങ്ങൾ. ചില പ്രത്യേക രംഗങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഭാവി പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിനായി തയ്യാറാക്കുന്ന ശോധകങ്ങളാണ് പ്രാഗ്നോറ്റിക് ശോധകങ്ങൾ. ചില പ്രത്യേക രംഗങ്ങളിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഭാവി പ്രകടനങ്ങൾ വിലയിരുത്തുന്നതിനായിട്ടുള്ള ശോധകം. പ്രാഗ്നോറ്റിക് ശോധകങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ക്ലറിക്കൽ അഭിരുചി, സംഗീത അഭിരുചി, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള അഭിരുചി. മറ്റു പരീക്ഷകൾ. പ്രകടന പരീക്ഷകൾ. എഴുത്ത് പരീക്ഷയിലൂടെ വിലയിരുത്താൻ കഴിയാത്ത പഠന നേട്ടങ്ങൾ പ്രകടന പരീക്ഷയിലൂടെ വിലയിരുത്തുന്നു. ഒരു കവിത ചൊല്ലാനുള്ള ശേഷിയാണ് വിലയിരുത്തുന്നതെങ്കിൽ പഠിതാവ് കവിത ചൊല്ലുകയും അതിനെ മറ്റുള്ളവർ വിലയിരുത്തൽ സൂചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. വാചിക പരീക്ഷകൾ. എഴുത്തു പരീക്ഷയിൽ പഠിതാക്കൾ തങ്ങളുടെ ആശയങ്ങൾ എഴുതി പ്രകടിപ്പിക്കുമ്പോൾ വാചിക പരീക്ഷയിൽ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഭിമുഖം. ഓൺലൈൻ പരീക്ഷകൾ. പഠിതാക്കൾക്ക് അവരുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു പ്രത്യേക മേഖലയുമായി ബന്ധപ്പെടുത്തി ഓൺലൈനിലൂടെ നടത്തുന്ന പരീക്ഷയാണ് ഓൺ ഡിമാൻഡ് പരീക്ഷകൾ. പഠിതാവ് ഡിമാൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രം നടത്തുന്ന പരീക്ഷ. അടുത്തതായിട്ട് തുറന്ന പുസ്തക പരീക്ഷ, OTE, ഓപ്പൺ ടെസ്റ്റ് എക്സാമിനേഷൻ. കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, മറ്റു സാമഗ്രികൾ തുടങ്ങിയ പരീക്ഷാ സന്ദർഭത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന പരീക്ഷയാണ്. പഠനോപകരണങ്ങളും സാമഗ്രികളും സഹായികളും ക്ലാസ്സിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രൂപീകരിക്കാവുന്ന ആശയങ്ങൾ അബാക്കസ്, സംഖ്യാബോധം, ഗ്ലോബ്, ഭ്രമണം, പരിക്രമണം, വൻകരകൾ തുടങ്ങിയവ. ശുചിത്വവുമായി ബന്ധപ്പെട്ട് വീഡിയോ ക്ലിപ്പിംഗ്, ശുചിത്വബോധം, കവികളുടെ പ്രധാനപ്പെട്ട വരികളുടെ ശേഖരണം, കവിതയിലെ ഈണം, ഭാവം, കവികളോടുമുള്ള താല്പര്യം, ഇന്ത്യയിലെ കാലാവസ്ഥാ ഭൂപടം, വിവിധ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ താരതമ്യം ചെയ്ത് നിഗമനത്തിലെത്തിച്ചേരൽ, പഠനോപകരണങ്ങളുടെയും സാമഗ്രികളുടെയും സവിശേഷതകൾ. വ്യത്യസ്ത തരം ചോദ്യമാതൃകകൾ. വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഒറ്റ വാക്കിലോ ചെറിയ വാചകങ്ങളിലോ ഉത്തരം എഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വസ്തുനിഷ്ഠ ചോദ്യങ്ങളാണ്. വളരെ മൂല്യമുള്ളതും സമയം ലാഭിക്കുന്നതുമായ ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. സമഗ്രതയുള്ളതും പക്ഷപാതരഹിതവും ആത്മനിഷ്ഠവും ഉള്ള ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഉയർന്ന ഭാഷാ പ്രാവീണ്യം പരിഗണിക്കാത്ത ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. വിമർശന ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ ഭാവങ്ങൾ വളർത്താൻ അഭികാമ്യമല്ലാത്ത ചോദ്യങ്ങളാണ് വസ്തുനിഷ്ഠ മാതൃകാ ചോദ്യങ്ങൾ. ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. 1-2 വാക്കുകളോ വാക്യങ്ങളിലോ ഉത്തരം എഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വസ്തുനിഷ്ഠമായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. സ്കോറിംഗ് കീക്ക് അനുസൃതമായിട്ട് ഓരോ വ്യക്തവും സമഗ്രവുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. കുട്ടികളുടെ യുക്തിചിന്ത, വികസന ചിന്ത എന്നീ ഗുണങ്ങൾ വളരാത്ത ചോദ്യങ്ങളാണ് ഹ്രസ്വോത്തര മാതൃകാ ചോദ്യങ്ങൾ. ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വളരെ വിശാലമായതും വ്യക്തിഗതവും ഉത്തരം എഴുതത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത സ്വാതന്ത്ര്യം ലഭിക്കുന്ന ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിയുടെ എണ്ണം കുറവായതിനാൽ ഉപയോഗിക്കാവുന്ന ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വിദ്യാർത്ഥിയുടെ എഴുത്തു പരീക്ഷയിലെ നൈപുണ്യം അളക്കാൻ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വിമർശനാത്മക ചിന്ത, തത്വങ്ങളുടെ ഉപയോഗം,
പ്രശ്നപരിഹരണം തുടങ്ങിയ ശേഷികൾ പരീക്ഷിക്കാൻ ഉത്തമമായ ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. ചോദ്യങ്ങൾക്ക് വിശ്വാസ്യതയും സാധുതയും സ്ഥാപിക്കുവാനുള്ള കഴിവ് കുറഞ്ഞ ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വിദ്യാർത്ഥിയുടെ കയ്യെഴുത്ത് വൃത്തി തുടങ്ങിയ സ്കോറിങ്ങിനെ ബാധിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. താങ്ക്